കഴിഞ്ഞ ദിവസം ഇതിന്റെ ഹോംവർക്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും എക്സ്പ്ലനേഷനോ എന്തെങ്കിലും ഉണ്ടോ? ഡൗട്ട് ഒന്നുമില്ല കഴിഞ്ഞ ദിവസത്തെ ഹോംവർക്കിൽ? എന്തായാലും എനിക്ക് ഇതിനു മുമ്പുള്ളതിലൊക്കെ ആൻസേഴ്സ് ഒക്കെ എന്താ ഐ മീൻ ആൻസേഴ്സ് മിക്കവാറും കറക്റ്റ് ആയതുകൊണ്ട് എല്ലാവരും ഒരുപോലെ എഴുതിയാലും അറിയില്ലായിരുന്നു. ഇത് ആൻസേഴ്സ് തെറ്റ് ആൻസർ ആണ് മെജോറിറ്റി എഴുതി വെച്ചിരിക്കുന്നത്. തെറ്റ് ആൻസർ മീൻസ് നിങ്ങൾക്ക് സിംപ്ലിഫിക്കേഷൻ അറിയില്ല. ഷാഹിർ ആണ് ഏറ്റവും നന്നായി ചെയ്തിരിക്കുന്നത്. ഷാഹിർ കൺഗ്രാറ്റ്സ് കേട്ടോ. ഷാഹിർ വളരെ സിംപ്ലിഫൈഡ് ഫോമിൽ ആക്ച്വൽ വേണ്ട ആൻസർ എഴുതിയിട്ടുണ്ട്. ഹന്ന, നവീൻ, വൃന്ദാനാഥ് അവരുടെയും ആൻസേഴ്സ് ഒരു സ്റ്റെപ്പും കൂടി സിംപ്ലിഫിക്കേഷൻ വേണം എന്നുള്ളതുള്ളൂ. ബാക്കി കറക്റ്റ്. ബാക്കി ഒരാൾ തെറ്റെഴുതി എല്ലാവരും അങ്ങ് എഴുതി അല്ലേ? അപ്പൊ ഇതാണ് നിങ്ങൾ ചെയ്യുന്ന പരിപാടി. ബാക്കിയുള്ളവരുടെ കോപ്പി ചെയ്യുക. അല്ല, കോപ്പി ചെയ്തിട്ട് എന്നിട്ട് ഇപ്പൊ ഞാൻ ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ആർക്കും ഡൗട്ടും ഇല്ല. വെരി ഗുഡ്. അപ്പൊ ഇതുപോലാണ് നിങ്ങൾ പരീക്ഷ എക്സാമിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചോദിക്കുമ്പോൾ എഴുതി വെച്ചിട്ട് ഞങ്ങൾ എഴുതി മാർക്ക് കിട്ടിയില്ല എന്ന് പറയുന്ന പോലെയാണ് അല്ലെ? നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു കാര്യം അറിഞ്ഞൂടാ എങ്കിൽ അറിഞ്ഞൂടാ എന്നൊരു തിരിച്ചറിവെങ്കിലും ഉണ്ടാവണ്ടേ മിനിമം? അതും ഇല്ല. അപ്പുറത്തുനിന്ന് കോപ്പി ചെയ്ത് നിങ്ങളുടെ കടമ തീർന്നു. വേറൊരു മഹാനാണെങ്കിൽ ഇവിടെ ഉണ്ടോ എന്ന് നോക്കട്ടെ ഞാൻ. ഇവിടെ ഇല്ല. ആള് വരുമ്പോ ഞാൻ പറയാം. എന്തൊക്കെ അടവാണ്! ഞാനിന്ന് വിചാരിച്ചതാണ് അത് ഞാൻ നോക്കുന്നില്ല എന്ന്. കാരണം അത് നോക്കിയാൽ കഴിഞ്ഞ ദിവസത്തെ പോലെ ക്ലാസ് എടുക്കാനുള്ള മൂഡേ പോകും. പറ്റിക്കാൻ പുതിയ കാര്യങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കുന്നതെന്നാണ് നിങ്ങളുടെ വിചാരം? ഒരാളാണെങ്കിൽ വെറുതെ അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ആൻസറേ ചെയ്തിട്ടില്ല, ബ്ലാങ്ക് ആയി വിട്ടു. അപ്പൊ കാരണം ഗൂഗിൾ ക്ലാസ് റൂമിൽ അത് അസൈൻഡ് മാറി ഇതിലേക്ക് ടേൺഡ് ഇന്നിലേക്ക് പോവുമല്ലോ. ഇതൊക്കെ എന്താ എന്നെ ബോധിപ്പിക്കാനാണോ ചെയ്യുന്നത്? ഞാനിത് നേരത്തെ പറഞ്ഞതാണ്, വളരെ കഷ്ടമാണ് നിങ്ങൾ ഇത് ചെയ്യുന്നതെന്ന്. ഇപ്പൊ എല്ലാ കാര്യങ്ങളും റെക്കോർഡഡ് ആണ്. നിങ്ങളുടെ ക്ലാസ്സിലെ പോലെ അല്ല. നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതൊക്കെ വളരെ ക്ലിയർ. ഇപ്പൊ കാരണം അതുകൊണ്ട് നിങ്ങൾക്ക് ദിവസവും അതുപോലും അറ്റൻഡ് ചെയ്യാൻ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു 50% എഫർട്ടെങ്കിലും വേണ്ടേ ഒരു സബ്ജക്റ്റിൽ എന്തെങ്കിലും മനസ്സിലാവാൻ? അതുപോലും ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ടൈമും എന്റെ ടൈമും വീട്ടുകാരുടെ ടൈമും വേസ്റ്റ് ചെയ്യുകയാണ്. വീട്ടുകാരുടെ ടൈമും മണിയും. അത് നിങ്ങൾ തന്നെ ആലോചിച്ച് തീരുമാനിക്കുക. പിന്നെ കഴിയുന്നത് ഇപ്പൊ നിങ്ങൾക്കറിയാലോ, ഒരു കോഴ്സ് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ ഒരാളുണ്ട്. പിന്നെ ചോദിച്ചു നോക്ക് കോഴ്സ് ഔട്ട് ആയിട്ട്. ഇപ്പൊ അതിന്റെ സീരിയസ്നെസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെങ്കിലും ഒരു കാലത്ത് അത് നിങ്ങൾ ഫേസ് തന്നെ ചെയ്യേണ്ടി വരും. അത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. കാരണം സിംപ്ലിഫൈഡ് ഫോമിലൊന്നും അല്ല, മെജോറിറ്റിയുടെ ആൻസേഴ്സും സിംപ്ലിഫൈഡ് ഫോമിലല്ല. നിങ്ങൾക്ക് ബൂളിയൻ ആൾജിബ്രൈക് ലോസ് വെച്ച് അത് ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യണം. നിങ്ങളുടെ ആൻസേഴ്സ് ഞാൻ കാണിച്ചു തരാം. കാണുന്നുണ്ടല്ലോ അല്ലെ സ്ക്രീൻ? ഹലോ, സ്ക്രീൻ കാണുന്നുണ്ടല്ലോ? സെയിം ആൻസർ അങ്ങനെ കോപ്പി ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈവൻ ഈ രണ്ടാമത്തെ സാധനം ഒന്ന് നോക്കൂ, മോളിൽ തൊട്ട്. ഐ മീൻ എ ബാർ ബി പ്ലസ് എ ബി ബാർ പ്ലസ് എ ബി. ഇതിനി സിംപ്ലിഫൈ ചെയ്യാൻ പറ്റൂല. ഈ എ എടുത്താല് എ കോമൺ ആയിട്ട് എടുത്ത ബി ബാർ പ്ലസ് ബി ബ്രാക്കറ്റിനുള്ളിൽ വരും. ദാറ്റ് ടേൺസ് ഔട്ട് ടു ബി 1 ആൻഡ് ദ ആൻസർ വിൽ ബി എ ബാർ പ്ലസ് എ. ഇത് ഒരാൾക്ക് ഇങ്ങനെ തോന്നിയുള്ളെങ്കിൽ ശരിയാണ്, അയാൾക്ക് തോന്നിയില്ല സിംപ്ലിഫൈ ചെയ്യാൻ. നിരന്ന് എല്ലാവർക്കും അങ്ങനെ തന്നെ തോന്നിയുള്ളൂ. നോക്ക്,
പിന്നെ ഇത് സം ഓഫ് പ്രോഡക്റ്റ് ഫോം ആണ്. ഇതിന്റെ നോക്കൂ, ഈ ട്രൂത്ത് ടേബിൾ നോക്കിയാൽ അറിയാം, ഈ തന്നിരിക്കുന്ന ട്രൂത്ത് ടേബിൾ അതിൽ നോക്കിയാൽ അറിയാം അതിന്റെ POS ഫോം കുറെ കൂടെ സിംപ്ലിഫൈഡ് ആണ് എന്നുള്ളത്. കാരണം SOP യിൽ നമുക്ക് ഈ 3 വൺസും കൺസിഡർ ചെയ്യണം. POS ലാണെങ്കിൽ ഇത് മതി. സോ POS ഫോമിൽ ഇത് A+B ആയി മാറും. അതും ഒരാൾക്കും തോന്നിയില്ല. ആദ്യത്തെ ആള് ആരാണവോ ഇതിന്റെ സൃഷ്ടികർത്താവ്, അയാൾക്ക് തോന്നിയ അതേ മനോഭാവമാണ് എല്ലാവർക്കും. എന്തൊരു ഐക്യം! 4 വർഷം കഴിഞ്ഞേ, 4 അല്ല ഇനി 3, നിങ്ങൾ കോഴ്സ് ഔട്ട് ആവും. അപ്പോഴും ഇതേ ഐക്യം കാണുമോ? അവനവന്റെ ജീവിതം അവനവൻ ജീവിച്ചേ പറ്റൂ. ഇതൊക്കെ ഫുൾ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് ഓർത്ത് ഒരു മിനിമം, ഞാൻ ഫുൾ ഒന്നും ചെയ്യണമെന്നില്ല, മിനിമം ജസ്റ്റിഫിക്കേഷൻ നിങ്ങളുടെ ജീവിതത്തോട് ചെയ്യും. എന്നിട്ട് ഇന്ന് ഞാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഒരാൾക്കും ഡൗട്ടും ഇല്ല. അതുപോലെ ഈ എക്സ്പ്രഷൻ TD പ്ലസ് THW ബാർ D പ്ലസ് HW ബാർ, ഇതിനെ ഇനിയും സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്ത്, കാരണം നോക്കൂ, അതൊന്നും എല്ലാവരും ഒരേപോലെ ബ്രാക്കറ്റ് ഒക്കെ എന്ത് ഭംഗിയായിട്ട് ഇട്ട് വെച്ചിരിക്കുന്നുണ്ട്. ഒരാൾക്ക് ഇത് തോന്നിയാൽ ശരി, അയാൾക്ക് സിംപ്ലിഫൈ ചെയ്യാൻ തോന്നിയില്ല എന്നുള്ള, ബാക്കിയുള്ളവർക്ക് അങ്ങനെ ഐഡിയ ആണോ? TD ഇൻറ്റു 1 പ്ലസ് T, ഇവിടെ ഒരു TD വരുന്നുണ്ട്. അതൊന്നും തോന്നലേ ഇല്ലേ? കറക്റ്റ് ആൻസർ ഇവിടെ ഷാഹുൽ, യെസ്, ഷാഹിർ എഴുതിയിട്ടുണ്ട് കറക്റ്റ് ആൻസർ. ഇതാണ് കറക്റ്റ്. TD പ്ലസ് THW ബാർ പ്ലസ് THT പ്ലസ് HW ബാർ ആണ് കിട്ടുന്ന ഫസ്റ്റ് നമ്മള് ആ സ്റ്റേറ്റ്മെന്റ്സിനെ റൈറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതിൽ നിന്ന് ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്താൽ TD ഇൻറ്റു 1 പ്ലസ് H, ദാറ്റ് ബിക്കംസ് TD. ആൻഡ് ബാക്കിയുള്ളത് ഇവിടെ എന്ത് വരും? THW ബാർ പ്ലസ് HW ബാർ. HW ബാർ കോമൺ എടുത്താല് 1T plus 1, that turns out to be 1. So TD plus HW bar is the correct answer. ഹലോ, വല്ലതും കണ്ടോ? ഇവിടെ ഉണ്ടോ ആളുകളൊക്കെ? അറ്റൻഡൻസ് പറയൂ. അഭിഷേക് ഇല്ലേ ഇവിടെ? ഹലോ മിസ്, 1-1. ഹലോ. അഭിഷേക് 1. ഓക്കെ. ആരാണ്? അഭിഷേക് ആണോ ചെയ്തത് അതോ ബാക്കിയുള്ളവർ ചെയ്ത് അഭിഷേക് കോപ്പി ചെയ്യാണോ ചെയ്തേ? അഭിഷേക്, ആൻസർ മീ. ഹലോ. അല്ല മിസ്, ഞാൻ ചെയ്തതാണ്. ഓഹോ, അഭിഷേക് ചെയ്തിട്ട് അപ്പൊ ബാക്കിയുള്ളവർക്ക് ചെയ്യാൻ കൊടുത്തതാണോ? ഇത്ര ഞാൻ കാണിച്ചില്ലേ ഇപ്പൊ ആൻസേഴ്സ്? കണ്ടല്ലോ അല്ലേ? ഞാനിപ്പോ കാണിച്ച ആൻസേഴ്സ് കണ്ടായിരുന്നോ? ഇല്ല മിസ്, ഞാൻ കേറാൻ ലേറ്റ് ആയി. ഓ, അപ്പൊ അതും കണ്ടില്ല. ശരി, ഓക്കെ ഓക്കെ. ഓ, അഭിഷേക് നമ്പർ 2 ആബ്സെന്റ്. ഇവിടെ കാണാനില്ലേ? അഭിഷേക് A ഉണ്ടോ? ഉണ്ട്. കഴിഞ്ഞ ദിവസത്തെ പ്രോബ്ലം ഒക്കെ ചെയ്തോ? ഇല്ല മിസ്. എന്താ ചെയ്യാത്തെ? മറന്നതാണോ? പിന്നെ എന്തായിരുന്നു പരിപാടി? ഒന്നുമില്ല. അല്ല, ഇത്രയധികം ഇത് മറന്നുപോകാൻ വേറെ വളരെ ഇമ്പോർട്ടന്റ് ആയ വേറെ വല്ലതും ഉണ്ടോന്നറിയാൻ ചോദിച്ചതാ. ശരി ശരി. അജീത്. മധുസൂദനൻ എന്തായാലും ഇല്ല.
ബാക്കിയുള്ള നമ്പർ പറഞ്ഞു. 4. അഖിൽ ദർശൻ ഇല്ലേ? അഖിൽ ഓക്കെ. 6. വേഗം പറയൂ. 7 ഇല്ല. 5 ഉണ്ട്. 5 ഉണ്ട്. ഓക്കെ, ശരി. 9. 11. വേഗം വേഗം പറഞ്ഞോളൂ, മൈക്ക് ഓൺ ചെയ്ത്. നിങ്ങക്ക് ഇവിടെ പേര് കാണുന്നുണ്ടല്ലോ, അപ്പൊ അടുത്ത ആൾ ഇല്ലെങ്കിൽ പറയൂ. 12. 13. 15. 16. 17. 17 പോവല്ലേ? അതിൽ തീരെ സമയമില്ല അല്ലേ? അതുലിനെ ഈ ഓൺലൈൻ ക്ലാസ് കണ്ടിരുന്നില്ല മിസ്. എന്ത് കണ്ടിരുന്നില്ല? ഞാൻ വർക്കിന്റെ കാര്യം ശ്രദ്ധിച്ചിരുന്നില്ല, മെയിൽ ശ്രദ്ധിച്ചിരുന്നില്ല. മെയിലൊന്നും ഞാൻ അയച്ചിട്ടൊന്നും ഇല്ല. എല്ലാ ദിവസവും ഗൂഗിൾ ക്ലാസ് മെയിൽ വരും, അത് ഞാൻ കണ്ടില്ല മിസ്. ഓഹോ, അല്ല, അതാണ്. അങ്ങനെ പല എക്സ്ക്യൂസും പറയാം. ഗൂഗിൾ ക്ലാസ് റൂം നിങ്ങളെ ഓർമ്മിപ്പിച്ചാലേ നോക്കുള്ളൂ. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞാണല്ലോ ഒന്ന് കയറി നോക്കണം, അപ്പൊ തോന്നിയില്ല. ഗൂഗിൾ ഓർമ്മിപ്പിച്ചത് കണ്ടില്ല എന്ന്. എന്തൊരു എക്സ്ക്യൂസ് ആയത്? പറയുന്നതിന് ഒരു മാന്യത വേണ്ടേ? അയ്യേ. അത് ഇന്നലെ മാത്രമല്ല, അതിന് മുമ്പിലത്തത് അഖിലിന്റെ ഇവിടെ ഞാൻ കുറെ ദിവസം അതുലിന്റെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. ബാക്കി പലരോടും ഞാൻ ചോദിക്കുന്നില്ല, ചെയ്യാത്തവരോട്. ഒരു ദിവസവും അതിൽ കാണാറില്ലേ? എല്ലാ ദിവസവും ഞാൻ ഹോംവർക്ക് ഇടുന്നു. എന്നാൽ അതുലിന്റെ ഇൻഫർമേഷന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും ഞാൻ ഹോംവർക്ക് ഇടുന്നുണ്ട്. കാരണം ആ ക്ലാസ്സിൽ പഠിപ്പിച്ച ഫുൾ ചെയ്തോണ്ടിരിക്കാൻ നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് അതിൽ കയറി നോക്കണം എല്ലാ ദിവസവും, എന്നിട്ട് അറ്റൻഡ് ചെയ്യണം കേട്ടാ. ആർക്കും വേണ്ടി, എനിക്ക് വേണ്ടിയല്ല, അതുലിന് ഇത് പഠിപ്പിക്കുന്നത് മനസ്സിലാവാൻ വേണ്ടി. ആ ബോധം അതുലിന് ഇത് പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിൽ കയറി നോക്ക്. ഇനി ഞാൻ ഈ മെനക്കെടലിൽ നിൽക്കൂല. നിങ്ങളുടെ ക്ലാസ്സിൽ എനിക്ക് പറഞ്ഞ് എനിക്ക് നാണക്കേടായി. എല്ലാ ദിവസവും ഇങ്ങനെ വിളിക്കുക, പറയുക. നിങ്ങൾക്ക് യാതൊരു ചമ്മലും ഇല്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലെ പറഞ്ഞിട്ട് എന്നിട്ടും അറ്റൻഡ് ചെയ്തിട്ടില്ല. എല്ലാത്തിനും ഒരു ലിമിറ്റ് ഇല്ലേ? അതിൽ മാത്രമല്ല, ബാക്കി ഈ കാറ്റഗറി പെടുന്ന കുറെ പേരുണ്ട്. ഒരു ഇത് കേട്ടിട്ടില്ലേ നിങ്ങള്? ചൊല്ലിക്കൊട് തല്ലിക്കൊട് തള്ളിക്കളാന്ന്. നിങ്ങളിപ്പോ ആ തള്ളിക്കള എന്നുള്ള കാറ്റഗറിയിലെത്തും. ഒരു കാര്യമുണ്ട്, ഇതിപ്പോ കംപ്ലീറ്റ് എല്ലാം നിങ്ങൾ കോഴ്സ് ഔട്ട് ആയാലും, ഇനി ഞാൻ കോഴ്സ് ഔട്ട് ആയാലും അത് നിങ്ങളുടെ ബാധ്യത. സാധാരണ എനിക്ക് മിനിമം അറ്റ്ലീസ്റ്റ് കുറച്ചൊക്കെ വർക്ക് ചെയ്തിട്ട് കഴിയാത്ത കുട്ടികളോടൊരു ഇത് തോന്നും, നമുക്ക് അവർക്ക് ഹെൽപ്പ് ചെയ്യും. ഇത് അങ്ങനെയല്ല, നിങ്ങൾ ആദ്യമേ വേണ്ടാന്ന് വെച്ചതാണ്. അപ്പൊ ഇതിനെയൊക്കെ നോക്കിയിട്ട് ആയിരിക്കും ഈ കണ്ടിന്യൂസ് ഇവാലുവേഷൻ. ഇപ്പൊ എല്ലാ സാധനവും റെക്കോർഡഡ് വേർഷൻസ് ആണ്. ഇതിനെ നോക്കിയിട്ടായിരിക്കും മാർക്ക് കിട്ടുക. അപ്പൊ ഇന്റേണൽ ഇല്ല എന്ന് പറഞ്ഞാൽ കോഴ്സ് ഔട്ട് ആയാൽ അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി. കാരണം ആര് ചോദിച്ചാലും കംപ്ലീറ്റ് റെക്കോർഡഡ് ആണ്, അത് കാണിച്ചു കൊടുക്കാനുണ്ട്. അപ്പൊ കോഴ്സ് ഔട്ട് ആവാനാണ് ഉദ്ദേശമെങ്കിൽ അത് നിങ്ങൾ അതനുസരിച്ച് ചെയ്തോ. ഇനി ഒരു ക്ലാസ്സിലും ഞാൻ ഈ ഇതിന്റെ കാര്യം പറഞ്ഞ് സമയം കളയില്ല. നിങ്ങൾ അസൈൻമെന്റ് ചെയ്തില്ല അല്ലെങ്കിൽ ക്ലാസ് വർക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട്. ഇതെന്റെ അത് പറയുന്ന ലാസ്റ്റ് ക്ലാസ് ആണ്. ഇനി അത് കാരണം ഉണ്ടാകുന്ന കോൺസിക്വൻസ് നിങ്ങൾ തന്നെ ഫേസ് ചെയ്യണം. അവസാനം എൻ്റെ അടുത്ത് മാർക്ക് വെറുതെ കൂട്ടിത്തരാൻ പറഞ്ഞ് ഒരാളും വരണ്ട. കാരണം നിങ്ങളോട് ഞാൻ മാക്സിമം ഒക്കെ പറഞ്ഞു നോക്കി. അതിനാണ് ഡെയിലി ഓരോ പ്രോബ്ലംസ് ഇടുന്നത്. കുറച്ചെങ്കിലും മനസ്സിലാക്കട്ടെ. ഇത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് യാതൊരു ഉദ്ദേശവും ഇല്ലെങ്കിൽ എനിക്ക് ഇതിൽ കൂടുതൽ ചെയ്യാൻ പറ്റില്ല. കുറച്ച് പേർക്ക് വേണ്ടി ബാക്കിയുള്ള ടൈമും കൂടെ കളയുകയുമാണ്. അതിനി തുടരാൻ പറ്റില്ല. ഓക്കെ, അടുത്ത ആള് നമ്പർ പറയൂ. ബേസിൽ ഇല്ല അല്ലെ? ഓക്കെ, നമ്പർ 18 ഇല്ല. അടുത്ത നമ്പർ പറയൂ. 19. 21. 23. 22. 23. 24.
25 ഇല്ല. 26 26. 27. 27. ഓക്കെ. 28. 28 miss. 28 എന്താ ചെയ്തത്? കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് വർക്ക് എന്താ ചെയ്തത്? ചെയ്തിട്ടില്ല. പിന്നെന്തിനാ അത് അറ്റൻഡ് ചെയ്തിട്ട് വെറുതെ ഇങ്ങനെ ആക്കിയത്? ഞാൻ ഏ ചെയ്യാൻ വന്നേന്, പക്ഷെ എനിക്ക് അറിയാത്തോണ്ട് ചെയ്യാത്ത. എന്നിട്ട് ഞാൻ ഈ ക്ലാസ് തുടങ്ങുമ്പോ അറിയാത്തോണ്ട്, അത് ഏറ്റവും എന്താണ് സില്ലി ആയ എക്സ്ക്യൂസ് ആണ്. എന്തറിയാത്തോണ്ട്? അറ്റ്ലീസ്റ്റ് ആ രണ്ടാമത്തെ ട്രൂത്ത് ടേബിൾ നോക്കി എഴുതി വെക്കാൻ പോലും അറിഞ്ഞൂടായിരുന്നു. എനിക്ക് തോന്നിയത് അങ്ങനെ അല്ല കേട്ടോ, വെറുതെ ഒരുമാതിരി പറ്റിക്കാൻ എന്നുള്ള പോലെ. അത് ടേൺ ഇന്നിലേക്ക് മാറുമല്ലോ, അതുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, അല്ലെങ്കിൽ അതിനി ഓർത്തോളൂ. കാരണം അങ്ങനെ പറ്റിക്കാനൊന്നും, ആരെയാ പറ്റിക്കുന്ന, എന്നെയല്ല, നിങ്ങൾ സ്വയമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ശരി, അടുത്ത ആള് പറയും. 29. പറഞ്ഞോളൂ വേഗം. 30. 31 ഇല്ല. 32 ഇല്ല. 33. 34. 35. 36. 37. 39. 40. 41. 42. 43. 44. 45. 46 ഇല്ല. 47 ഇല്ല. 48. 48. Okay. Now we'll continue. So we were discussing the Boolean algebraic expressions. And in standard form of Boolean algebraic expressions, they are known as canonical form also. So standard forms means all the terms in that expression should contain all the literals. So for converting an expression, because sometimes we'll be getting a simplified expression. That simplified expressions are for implementation purpose. But for mapping an expression into a truth table, we require the expressions in standard form. So standard forms, in order to convert a simplified Boolean algebraic expressions into a standard form, the POS and SOP, the rules are different. Because in SOP, SOP means sum of products. So we have to add, for all the missing variables, apply x plus x bar is equal to 1 to the and terms. Okay. കാരണം 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് ചേഞ്ച് ആവില്ല എന്നുള്ളതുകൊണ്ട് എക്സ് പ്ലസ് എക്സ് ബാർ ഏതാണോ മിസ്സിംഗ് വേരിയബിൾ അതാണ് ഈ എക്സ് എന്ന് പറയുന്നത്. POS ഫോമിലാണെങ്കിൽ സം ടേംസ് ആയിരിക്കും ഉണ്ടാവുക, ഇതുപോലത്തെ സം ടേംസ്. അതിൽ നോക്കൂ, എ പ്ലസ് ബി ബാർ പ്ലസ് സി, ഇവിടെ ഡി മിസ്സിംഗ് ആണ്. അതുകൊണ്ട് നമുക്ക് ഈ ടേമിന്റെ കൂടെ, കാരണം ഒരു പ്ലസ് 0 ഇട്ടാൽ അതിൽ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. ആ 0 എന്ന് പറയുന്ന ടേം ഇവിടെ ഡി ആയതുകൊണ്ട് എക്സ് ബാർ എക്സ് ആണ് വേണ്ടത്. ഡി ആയതുകൊണ്ട് നമ്മളിവിടെ ഡി ബാർ ഡി യും കൂടെ ആഡ് ചെയ്യും. കാരണം സോ ഈ ടേമിന്റെ വാല്യൂവിന് യാതൊരു വ്യത്യാസവും വരുന്നില്ല. എ പ്ലസ് ബി ബാർ പ്ലസ് സി പ്ലസ് ഡി ബാർ ഡി, അങ്ങനെ ടേംസും കൂടെ ഇതിന്റെ കൂടെ നമ്മൾ ഇൻസേർട്ട് ചെയ്യും. സോ ഇവിടെ നോക്കൂ, ഫസ്റ്റില് നമുക്ക് ഡി എന്ന് പറയുന്ന വേരിയബിൾ ഫസ്റ്റ് ടേമിൽ ഇല്ല, അതുകൊണ്ട് ഡി ഇവിടെ ഇൻസേർട്ട് ചെയ്തു. സെക്കൻഡിൻ്റെയില് ബി ബാർ സി പ്ലസ്
ഡി ബാർ ആണ്, എ ഇല്ല. അതുകൊണ്ട് സെക്കൻഡ് ടേമിൽ ഇവിടെ എ ഇൻസേർട്ട് ചെയ്തു. തേർഡിൽ ഓഫ് കോഴ്സ് എല്ലാ ലിറ്ററൽസും ഉണ്ട്. അപ്പൊ ഇത് നോക്കിയിട്ടാണ് അപ്പോൾ ആണ് എല്ലാ ഇതിന്റെ ഡൊമൈനിലുള്ള എല്ലാ വേരിയബിൾസും ഉണ്ട്. അപ്പൊ തേർഡ് ടേം അങ്ങനെ തന്നെ വെച്ചു. അപ്പോൾ ഇതിനെ ഇനി നമ്മൾ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ എ ബാർ എ പ്ലസ് ബി ബാർ പ്ലസ് സി പ്ലസ് ഡി ബാറും എ പ്ലസ് ബി ബാർ പ്ലസ് സി പ്ലസ് ഡിയും ഈ രണ്ട് ടേമിന് കറസ്പോണ്ടിങ്. ഇതിനെ ചെയ്യുമ്പോൾ എ ബാർ പ്ലസ് ബി ബാർ പ്ലസ് സി പ്ലസ് ഡി ബാറും എ പ്ലസ് ബി ബാർ പ്ലസ് സി പ്ലസ് ഡി ബാറും. ഇനി അവസാനത്തെ ടേം അതുപോലെ. സോ ഇനി ഈ എഴുതിയത് ഇതിന് കറസ്പോണ്ടിങ് ബൈനറി. സോ ഈ ഓരോ ടേമിനെയാണ് നമ്മൾ മാക്സ് ടേം എന്ന് പറയുന്നത്. ഈ മാക്സ് ടേമിന് കറസ്പോണ്ടിങ് ബൈനറി റെപ്രസെന്റേഷൻ ആണ് ഈ എഴുതിയിരിക്കുന്നത്. സോ ദിസ് എക്സ്പ്രഷൻ ഈസ് ഓൾസോ ഈക്വലന്റ് ടു മറ്റേതിൽ സം ഓഫ് പ്രോഡക്റ്റിൽ സിഗ്മ എന്ന് പറയുന്നതിന് വരെ ഇവിടെ പൈ ഓഫ് ദിസ് ടേം ഈസ് 4 ബിക്കോസ് ഇത് കാരണം ലിറ്ററൽ POS ഫോമില് ഒരു ബാർ ഇല്ലാതെ വരുന്ന വേരിയബിളിന് 0യും ബാർ ഉള്ള വേരിയബിളിനാണ് 1 വരുന്നത്. അതുകൊണ്ട് ഈ ടേമിന് കറസ്പോണ്ടിങ് 0 1 0 0 1 0 1 ആണ്. സോ ഇതാണ് 0 1 0 1. ഇവിടെയാണെങ്കിൽ 0 1 0 0. സോ ദാറ്റ് ഈസ് 0 1 0 0. So pi of 4 5 6 and the last term is 1, sorry, last term is 0 1 1 0. അതാണ് 6. ഈ ടേം ആണ്. This is 1. This is not literal A വരുന്നത് as such it's 0 bar വരുന്നതാണ് 1. So this is 0 1 0 1 again 5. So അതുകൊണ്ട് ഇത് രണ്ട് redundant അല്ലെങ്കിൽ റിപ്പീറ്റഡ് ടേം ആണ്. അതിൽ ഒരെണ്ണം എഴുതിയത് ആക്ച്വലി 1 2 3 4 5 മാക്സ് ടേംസ് ഉണ്ടെങ്കിലും നോക്കൂ റിഡൻഡന്റ് ടേമും കൂടെ നമ്മൾ അവോയ്ഡ് ചെയ്യുമ്പോൾ ഓൺലി 1 2 3 4 ടേംസ് ആണ് ഫൈനൽ ഔട്ട്പുട്ടിൽ വരുന്നത്. ഓക്കെ, ഇനി അത് തന്നെ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയതാണ്. 0 0 ഇതിന്റെ ഫസ്റ്റിന്റെ ഇൻഡെക്സ് M0 ആണ്. സോ ഇതിന്റെ മിൻ ടേം എന്ന് പറയുന്നത് മെസ്സേജ് 0 ആണെങ്കിൽ ബാർ വെച്ച് മിൻ ടേമിൽ ബാർ വെച്ച് റെപ്രസെന്റ് ചെയ്യും. സോ എക്സ് ബാർ വൈ ബാർ. 0 1 ആണെങ്കിൽ മിൻ ടേം M1 ആണ് എക്സ് ബാർ വൈ. 1 0 ആണെങ്കിൽ M2 ആണ് എക്സ് വൈ ബാർ. 1 1 ആണെങ്കിൽ M3 ആണ് എക്സ് വൈ. സോ for the midterm mi should evaluate to 1 for each combination of x and y. 1 ആയിരിക്കണം ഔട്ട്പുട്ട് വരുന്നത്. The max term is the complement of the midterm. max termൽ 0 വരുന്ന ടേംസിന്റെയാണ് നമ്മൾ എടുത്ത് നോക്കുന്നത്. സോ 0 0 എന്ന എൻട്രിക്ക് കറസ്പോണ്ടിങ് മാക്സ് ടേം എക്സ് പ്ലസ് വൈ ബാർ ആണ്. 1 1 എൻട്രിക്ക് കറസ്പോണ്ടിങ് മാക്സ് ടേം എക്സ് ബാർ പ്ലസ് വൈ ബാർ. ഓക്കെ, സോ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയതാണ്. ഇത് SOP ഫോമിൽ എഴുതിയതാണ്. ഇതിന്റെ POS എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതും? കാരണം നോക്കൂ, ഈ 0 എൻട്രീസിനെ കോൺസെൻട്രേറ്റ് ചെയ്യണം. 0 എൻട്രീസിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് എക്സ്പ്രഷൻ എഴുതുമ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് സിഗ്മ ദാറ്റ് ബിക്കംസ് പൈ. സോ പൈ ഓഫ് ഇതിന്റെ കറസ്പോണ്ടിങ് മാക്സ് ടേം ഓർ POS ഫോം എഴുതാൻ പറഞ്ഞാൽ ഇറ്റ് വിൽ ബി M0 പ്ലസ് M2 പ്ലസ് M3 പ്ലസ് M4 പ്ലസ് M5 ആയിരിക്കും. ഇനി M0 എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് പ്ലസ് മാക്സ് ടേം M0 is x plus y plus z and max term for M2 is x plus y bar plus z bar. X plus y bar plus z. So like that. Okay. Write the POS form of a Boolean function which is represented by the following truth table. ഈ truth table ഒന്ന് വേഗം എഴുതിയെടുക്കൂ. എന്നിട്ട് അതിന്റെ POS form ഒന്ന് എഴുതി പറയൂ. Take down this truth table
and write down the POS form. എഴുതിയോ? ഹലോ, എഴുതിയോ? ചെയ്ത് കഴിഞ്ഞവര് ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടൂ. ഓക്കെ, ചെയ്ത് കഴിഞ്ഞവരപ്പോ ചാറ്റ് ബോക്സിൽ അറ്റ്ലീസ്റ്റ് പൈ ഓഫ് ഏതൊക്കെയെന്ന് എഴുതിയാൽ മതി. പൈ എന്ന് ഞാൻ അസ്യൂം ചെയ്തോളാം. പൈ നിങ്ങൾ സിമ്പിൾ കണ്ടുപിടിച്ചിടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഏതൊക്കെ ടേംസിന്റെ പൈ ആണ് വരുന്നത് എന്നെങ്കിലും ഒന്ന് എഴുതൂ. പൈ ഓഫ് ഏതൊക്കെ? because you are asked to do the POS. ട്രൂത്ത് ടേബിൾ എഴുതാൻ ഇനി ആരെങ്കിലും ഉണ്ടോ? കണ്ടില്ലേ എല്ലാവരും? യെസ് യെസ് ചന്ദന, കറക്റ്റ്. യെസ് കറക്റ്റ്. പൈ. ഓക്കെ ഓക്കെ ഓക്കെ. ശ്രുതി 236. അപ്പൊ ഓക്കെ 236 കിട്ടിയവരെല്ലാവരും ഇടും കേട്ടോ. എന്നാലും അപ്പോ 23 പൈ ഓഫ് 236 തന്നെയാണ്. അപ്പോ 2 കറസ്പോണ്ടിങ് എന്താണ്? എക്സ് പ്ലസ് വൈ ബാർ പ്ലസ് ഇസഡ്. 2 എക്സ് പ്ലസ് വൈ ബാർ പ്ലസ് ഇസഡ് ഇൻറ്റു 3 എക്സ് പ്ലസ് വൈ ബാർ പ്ലസ് ഇസഡ് ബാർ. ദെൻ 6 എക്സ് ബാർ പ്ലസ് വൈ ബാർ പ്ലസ് ഇസഡ്. ഓക്കെ, അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. റൈറ്റ് ദ ഇക്വലന്റ് canonical sum of product SOP expression for the following POS. നോക്കൂ, ഇവിടെ തന്നിരിക്കുന്ന POS ഏതൊക്കെയാ? പൈ 1367. അപ്പൊ ഇതിന്റെ കറസ്പോണ്ടിങ് SOPയിൽ തന്നിരിക്കുന്നത് POS ആണ്. സോ ഇതിന്റെ കറസ്പോണ്ടിങ് SOPയിൽ ഏതൊക്കെ വരും? സിഗ്മ, കാരണം അവിടെയാണ് നമുക്ക് ഈ മിൻ ടേംസിന്റെ ഇൻഡെക്സിന്റെ ഗുണം വരുന്നത്. കാരണം നമ്മൾ ഫുൾ എക്സ്പ്രഷൻ പറയണ്ട. നോക്കൂ, ഇവിടെ 1367 എന്ന് പറഞ്ഞ പോലെ നമ്മൾ അതിന്റെ ബാക്കി ടേംസ് വെച്ച് പറയാം. സോ ഹിയർ ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് വി ഹാവ് ടു അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇറ്റ് ഈസ് എ 3 വേരിയബിൾ എക്സ്പ്രഷൻ. എക്സ് വൈ ഇസഡ് മാത്രമേ തന്നിട്ടുള്ളൂ. 3 വേരിയബിൾ എക്സ്പ്രഷൻ ആയതുകൊണ്ട് എത്ര കോമ്പിനേഷൻസ് വരും അതിന്? ഓൾ ടുഗദർ 8. that is from 0 to 7. ഇവിടെ അതില് പൈ എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ഓഫ് സംസിൽ 1367 വന്നിട്ടുണ്ട്. പ്രോഡക്റ്റ് ഓഫ് സംസ് ഒരു ട്രൂത്ത് ടേബിളിൽ നിന്ന് നമ്മൾ എടുക്കുന്നത് 0 ഔട്ട്പുട്ട് വരുന്ന കോമ്പിനേഷൻസിനാണ്. അപ്പൊ സം ഓഫ് പ്രോഡക്റ്റ് എഴുതാൻ പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു സിഗ്മ, അതാണ് ചോദിച്ചിരിക്കുന്നത്, സിഗ്മ 0 2 അല്ലേ? സിഗ്മ 0 2 പിന്നെ അടുത്തിട്ട് 4 5. ഓക്കെ, സോ the equivalent canonical sum of product of the expression of the following. So it is f of,
നിങ്ങൾ എങ്ങനെ എഴുതും? എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ഈക്വൽ ടു സിഗ്മ 0 to 4 5. Then how will you write? You have to write the canonical expression. So in terms of x y z you have to write. In terms of x y z, how will you write? It is x bar y bar z bar plus x bar y z bar plus 4 in corresponding 4 in the x y bar z bar plus 5 in x y bar z. Okay, so that is the equivalent sum of product. നോക്കൂ, ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ഇല്ല എന്നുള്ളതൊന്ന് ക്യാമറ ഓൺ അല്ല മൈക്ക് ഓൺ ചെയ്ത് പറയൂ. Otherwise we'll go to the other. Okay, if anybody needs further clarification can ask. Okay, ഇനി ഈ ബൂളിയൻ എക്സ്പ്രഷനെ ട്രൂത്ത് ടേബിളിലേക്ക് എങ്ങനെ നമ്മൾ മാപ്പ് ചെയ്യും എന്നുള്ളതാണ്. To convert Boolean expression to truth table, അതാണ് expand the expression into min terms, that is canonical SOP, and enter ones in the truth table rows. അല്ലെങ്കിൽ expand into canonical POS and enter zeros for each max term. നോക്കൂ, ഇവിടെ തന്നിരിക്കുന്ന ഫോർ എക്സാമ്പിൾ ഇവിടെ എക്സ് വൈ ഇസഡ് ഇസ് ഇസഡ് ബാർ പ്ലസ് വൈ ഇസഡ്. അപ്പൊ ഇസഡ് ബാർ പ്ലസ് വൈ ഇസഡ് ആകുമ്പോൾ ഇതൊരു SOP ഫോം, സം ഓഫ് പ്രോഡക്റ്റ് ഫോമിലാണ്. അപ്പൊ ഇതിന്റെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക്, സ്റ്റാൻഡേർഡ് കാനോനിക്കൽ ഫോമിലേക്ക് മാറ്റാൻ വേണ്ടി ഫസ്റ്റ് ടേമിൽ നോക്കൂ, ഇസഡ് ബാറിൽ 2 എണ്ണം മിസ്സിംഗ് ആണ്, എക്സും വൈയും. സോ അതിടാൻ 2 സ്റ്റെപ്പ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നതെന്നേ ഉള്ളൂ. ഇവിടെ നോക്കൂ, എക്സ് ഇട്ടു ഇവിടെ. സോ അപ്പൊ എക്സ് സെഡ് ബാറിന്റെ ടേം കിട്ടി, പിന്നെ അതിൽ വൈ ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ ഈ ടേമിനെ കാനോനിക്കൽ ഫോമിലാക്കുമ്പോൾ ഇങ്ങനെ കിട്ടി. ഇത്രയും ടേംസ് ഉണ്ട്. ആ ഇത്രയും കോമ്പിനേഷൻസിന്റെ ഔട്ട്പുട്ട് ഇവിടെ വരുന്ന ഔട്ട്പുട്ട് ഇത് എക്സ് വൈ സെഡിന്റെ കോമ്പിനേഷൻസ് ആണ്. സോ ഇത്രയും കോമ്പിനേഷൻസിന്റെ ഔട്ട്പുട്ടിൽ 1 ഇടുക, ബാക്കിയുള്ളതിന് 0. ഓക്കെ, സോ ഇത്രയും കോമ്പിനേഷൻസിന്റെ ഔട്ട്പുട്ട് ദാറ്റ് ഈസ് 0 എന്ന് പറയുന്നതിന് ഇവിടെ 0 ഇവിടെ 1 ഇടുക, ഇവിടെ എഫില് 1, then 2 എന്ന് പറഞ്ഞാൽ ഇവിടെ 1, 3 ഇതിന് 1, 4 ഇതിന് 1, 6 ഇതിന് 1, ഇതിന് 1, 7. ബാക്കിയുള്ള എൻട്രീസ് 1 അല്ലാതെയുള്ള എൻട്രീസിൽ 0 ഇടുക. 2 3 4 5 6. സോ 6 എൻട്രീസിന് 1 വരും. ഈ എൻട്രി 1 എന്ന എൻട്രിക്ക് 001 ഇവിടെ 0 വരും. പിന്നെ ഏതാ 101 ഇതിനും 0 വരും. ബാക്കി എല്ലാ എൻട്രീസിനും നിങ്ങൾക്ക് 0, ബാക്കി എല്ലാ എൻട്രീസിനും 1 ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ക്ലാസ് കുറച്ച് നേരം കൂടി ഞാൻ എടുക്കുന്നുണ്ട്, ഒരു 10-20 വരെ. കാരണം ഇന്ന് എനിക്ക് ആദ്യത്തെ ടൈം ടേബിളിൽ വന്ന പോലെ എനിക്ക് അങ്ങനെ ഒരു ടൈം കൺഫ്യൂഷൻ ആയിപ്പോയി. 9:45 ആണെന്ന് ഞാൻ വിചാരിച്ചു. ഓക്കെ, നെക്സ്റ്റ് ടൈം ഓൺവേർഡ്സ് ഐ ബി കോൺഷ്യസ്. 9:15 തന്നെ അയക്കാൻ കേട്ടോ. ഞാൻ നിങ്ങൾ മെസ്സേജ് ഇട്ടതും ഒട്ട് കണ്ടില്ല, അതാണ്. ഇനി നോക്കൂ, ഇനി ലോജിക് സർക്യൂട്ട്സ്, നമുക്കൊരു സർക്യൂട്ട് തന്നാൽ ആ സർക്യൂട്ടിനെ, ഇത് നേരത്തെ തന്ന ഒരു സർക്യൂട്ടാണ്, ആ സർക്യൂട്ടിനെയും നമുക്ക് ഇതുപോലെ ട്രൂത്ത് ടേബിളിൽ അതിന്റെ ഇക്വലന്റ് ട്രൂത്ത് ടേബിൾ കണ്ടുപിടിക്കാം. കാരണം ഇവിടെ തന്ന ഇത് തന്നെ സർക്യൂട്ടിന്റെ എക്സ്പ്രഷൻ എഴുതുന്നത് നമ്മൾ നേരത്തെ നോക്കി. സർക്യൂട്ടിന്റെ എക്സ്പ്രഷൻ എഴുതാം. സർക്യൂട്ടിന്റെ എക്സ്പ്രഷൻ എഴുതി കഴിഞ്ഞാൽ അതിനെ കാനോനിക്കൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. കാനോനിക്കൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ട്രൂത്ത് ടേബിളിലേക്ക് എൻ്റർ ചെയ്യാം. ഓക്കെ, അതില് ഈ നമ്മൾ ഈ സം ഓഫ് പ്രോഡക്റ്റും പ്രോഡക്റ്റ് ഓഫ് സമ്മും അത് രണ്ടും നോക്കുന്നതിന് കാരണം ചില എക്സ്പ്രഷൻസ് ഇപ്പോൾ നമ്പർ ഓഫ് വൺസ് കൂടുതലാണെങ്കിൽ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക്
കുറച്ചുകൂടെ സിമ്പിൾ കിട്ടും. ചില ഇതിൽ സീറോസ് ആണ് എൻട്രി കൂടുതലെങ്കിൽ ചിലപ്പോൾ POS ഫോം ആയിരിക്കും ഒരു സിംപ്ലിഫൈഡ് ഹാർഡ്വെയർ തരുന്നത്. രണ്ടും ഇക്വലന്റും ആയിരിക്കും. അതുകൊണ്ട് ആണ് നമ്മൾ രണ്ട് SOP POS രണ്ടും നമ്മൾ പഠിക്കുന്നത്. ഇനി ട്രൂത്ത് ടേബിളിൽ നിന്ന് ബൂളിയനിലേക്ക് സപ്പോസ് ഒരു ട്രൂത്ത് ടേബിൾ തന്നു. ട്രൂത്ത് ടേബിളിൽ നിങ്ങൾക്ക് സിഗ്മ 0 2 3 4 6 7 എന്നാണ് ട്രൂത്ത് ടേബിളിൽ നിന്ന് നിങ്ങൾ ബൂളിയൻ എക്സ്പ്രഷൻ എഴുതാൻ പറ്റുന്നതെങ്കിൽ ഇങ്ങനെ എഴുതുക. എന്നുവെച്ചാൽ ഈ 0 ഇതെങ്ങനെയാണ് 0 2 3 4 6 7 എന്ന് കിട്ടിയ ആ ട്രൂത്ത് ടേബിളിന്റെ ഈ 0 കോമ്പിനേഷൻ ഓഫ് ഇൻപുട്ടിന് ഔട്ട്പുട്ട് 1 ആയിരിക്കും. ഈ കോമ്പിനേഷൻ 2 വരുന്ന ഇൻപുട്ടിനും, കാരണം XYZ 3 വേരിയബിൾസേ ഉള്ളൂ. അപ്പോൾ 0 1 0 ദാറ്റ് ഈസ് X ബാർ Y Z ബാർ എന്നുള്ള കോമ്പിനേഷന് ഔട്ട്പുട്ട് F 1 ആയിരിക്കും. അതുകൊണ്ടാണ്. അപ്പോൾ ഈ കോമ്പിനേഷൻസ് ഒക്കെ ഈ സിഗ്മയിൽ വരുന്ന ഇതിന്റെ ബൈനറി റെപ്രസെന്റേഷന്റെ ഇക്വലന്റ് ലിറ്ററൽസ് വെച്ചുള്ള റെപ്രസെന്റേഷൻ എഴുതുക. അതാണ് ബൂളിയൻ എക്സ്പ്രഷൻ. പിന്നെ ആ ബൂളിയൻ എക്സ്പ്രഷൻ ഇൻ കാനോനിക്കൽ ഫോം എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് SOP ഫോം. ഇനി ഹാർഡ്വെയറിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് യു ഹാവ് ടു സിംപ്ലിഫൈ ഇറ്റ്. സോ നമ്മളെല്ലാ ബൂളിയൻ ആൾജിബ്രൈക് ലോസ് നമ്മൾ പഠിച്ച ഒരു 10 ലോസ് നേരത്തെ പറഞ്ഞിരുന്നു, ലിസ്റ്റ് ചെയ്തിരുന്നു. ആ ലോസ് യൂസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുക. കാരണം ഈക്വൽ ഇങ്ങനെയുള്ള ടേംസ് XZ ബാർ എടുത്താൽ ഇതാ Y ബാറും ഇവിടെയാണെങ്കിൽ Y, ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യും. Y പ്ലസ് Y ബാർ ഇസ് 1. അതുകൊണ്ട് ഇത് കമ്പൈൻ ചെയ്ത് അങ്ങനെ കമ്പൈൻ ചെയ്ത് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് അവസാനം ഇങ്ങനെ ഒരു എക്സ്പ്രഷനിലേക്ക് എത്താം. സോ പിന്നെ SOP POS ആക്കുകയും ചെയ്യാം. POSനെ SOP ആക്കാൻ ഇതുപോലെ മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്തെടുത്താൽ മതി. SOP POS ആക്കാൻ ഫാക്ടറൈസ് ചെയ്താൽ മതി. ഓക്കെ, നോക്കൂ ഈ എക്സ്പ്രഷൻ മൾട്ടിപ്ലൈ ഇതൊരു എക്സാമ്പിൾ എടുത്ത് പറയുകയാണ്. മൾട്ടിപ്ലൈ ചെയ്ത് ദാറ്റ് ഈസ് A പ്ലസ് B ദ ഹോൾ ബാർ ഇൻറ്റു A പ്ലസ് C ഇൻറ്റു A പ്ലസ് D. അതിന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തെടുക്കുമ്പോൾ സാധാരണ മൾട്ടിപ്ലിക്കേഷൻ നോക്കൂ. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ A പ്ലസ് B ബാർ ഇൻറ്റു A പ്ലസ് C മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ വരുമല്ലേ. A കൊണ്ട് ചെയ്യുക, പിന്നെ C കൊണ്ട് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ A ഇൻറ്റു A, then AB bar, then AC, then B bar C. ഇനി ഇതിൽ നിന്ന് ഇതെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ ഇതാണ്. ഇതാ A പ്ലസ് AB പ്ലസ് AC പ്ലസ് B bar Cയിലെ A ഇൻറ്റു ഇതിൻ്റെ രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്ത A ഇൻറ്റു 1 പ്ലസ് B bar 1 പ്ലസ് എനി ലിറ്ററൽ ഇസ് ഈക്വൽ ടു 1. സോ A ഇൻറ്റു 1 പ്ലസ് B bar A തന്നെ ആവും. പിന്നെ ഇതിനെ രണ്ടിനെയും കൂടെ അങ്ങനെ എഴുതി. വീണ്ടും ഇവിടെ രണ്ടും A കോമൺ ഫാക്ടർ എടുക്കുന്നുണ്ട്. A വന്ന് A പ്ലസ് B bar C, അതാണ് A പ്ലസ് B bar C വന്ന്. അപ്പോൾ ഇതിനെ രണ്ടിനെയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ A പ്ലസ് B bar C കിട്ടി. ഇനി ആ A പ്ലസ് B bar Cയെ A പ്ലസ് D കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. അതിൻ്റെയും ഇതുപോലെ സിംപ്ലിഫൈഡ് ഫോം എഴുതുമ്പോൾ A പ്ലസ് B bar CD. സോ ഇങ്ങനെയുള്ള ഒരു POSന്റെ ഇക്വിവലന്റ് SOP ആണിത്. ഇക്വിവലന്റ് SOP. ഓക്കെ, ഇനി SOP POS ചെയ്യാൻ ഇതുപോലെ ഫാക്ടറൈസ് SOP എന്ന് സപ്പോസ് യു ആർ ഗിവൺ ആൻ SOP ആൻഡ് യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ദ POS, you can factorize it and find out. Okay, this is one of the method. Another method, ഇതേ സെയിം സാധനം നിങ്ങൾക്ക് ട്രൂത്ത് ടേബിളിലേക്ക് മാപ്പ് ചെയ്തിട്ട് വൺസ് SOPക്ക് കറസ്പോണ്ടിങ് 1ഉം POSന് കറസ്പോണ്ടിങ് ഔട്ട്പുട്ടിൽ വരിക 0 ആണെന്ന് അറിയാലോ. അപ്പോൾ കോമ്പിനേഷൻസ് എഴുതി അങ്ങനെയും ചെയ്യാം. ഇത് യൂസിങ് ബൂളിയൻ ആൾജിബ്രിക് മെത്തേഡ് ആണ്. ഓക്കെ, ഇത് ഹൗ വി ആർ ഡൂയിങ് ദാറ്റ് അതിൻ്റെ explanation in words. That converting standard SOP to standard POS, evaluate each product term, determine the binary numbers that represent the product terms, determine all of the binary numbers not included in step 1, write the equivalent sum of each binary and POS. This another index വെച്ച് എഴുതുന്ന മെത്തേഡ്. സിഗ്മ കൊടുത്ത സിഗ്മയ്ക്ക് ഈക്വലന്റ് പൈ എങ്ങനെ കിട്ടും? ഇത് സിഗ്മ 0 2 3 5 7 ആണെങ്കിൽ ABC 3 വേരിയബിൾ എക്സ്പ്രഷനും ആണെങ്കിൽ ഇത് 0 to 7 വരെ മാത്രമേ കോമ്പിനേഷൻസ് ഉള്ളൂ. അപ്പൊ ഇതിന്റെ ഇക്വലന്റ് പൈ എന്ന് പറഞ്ഞത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ബാക്കി ടേംസ്, ദാറ്റ് ഈസ് 1 4 and 6. സോ ഇതിന്റെ ഇക്വലന്റ് ഇത് 146 ആണ്. പൈ 146. അതിന്
ടേംസ് എഴുതിയാൽ മതി. ഓക്കെ, സോ നൗ വി ആർ Boolean algebraic laws and Boolean algebraic expressions, and we have completed. And now we are going for another method of simplifying Boolean algebraic expression that is known as K-map. Today we will just see what is a K-map. നമ്മൾ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഇന്ന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം. വാട്ട് ഈസ് K-map and how minimization of Boolean expressions algebraic method ആണ് നമ്മൾ ഇത്രയും നേരം നോക്കിയത്. In algebraic method എന്താ ചെയ്യുന്ന, different Boolean rules and theorems are used to simplify the Boolean expressions. അപ്പോൾ algebraic മെത്തേഡിൽ ചെയ്യാനാണെങ്കിൽ ബൂളിയൻ algebraic റൂൾസും തിയറംസും ഡി മോർഗൻസ് തിയറംസും റൂൾസും വെച്ചാണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നത്. ഇനി ഇത് ബൂളിയൻ എക്സ്പ്രഷൻസ് സിംപ്ലിഫൈ ചെയ്യാൻ വേറൊരു മെത്തേഡ് ഉള്ളതാണ് കാർനോഫ് മാപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ദീസ് K-maps ആർ കൺവീനിയന്റ് വേ ടു സിംപ്ലിഫൈ ബൂളിയൻ എക്സ്പ്രഷൻസ്. ഒരു 4 to 5 വേരിയബിൾസ് വരെയും ഇത് യൂസ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്പ്രഷൻസ് 4 വേരിയബിളോ 5 വേരിയബിളോ ആകുന്നവരെ ഇത് യൂസ് ചെയ്യാം. കൺവീനിയന്റ് ആണ്, യൂസ് ചെയ്യാം അല്ല, അത് കഴിഞ്ഞ് ചെയ്യാം, പക്ഷെ കൺവീനിയൻസ് 4 to 5 വേരിയബിൾസ് ആണ്. They are the visual representation of a truth table. അപ്പൊ ഇതാണ് ഒരു K-map, 2 വേരിയബിൾ K-mapന്റെ. K-map means Karnaugh map. What is K-map? K-map is used for, I think, നിങ്ങളിത് നേരത്തെ ഏതോ കമ്പ്യൂട്ടറിൽ എന്തോ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു +2. ഓക്കെ, വിൽ ഫോർഗെറ്റ് അബൌട്ട് ദാറ്റ് ആൻഡ് വിൽ വൺസ് അഗൈൻ സേ K-map എന്ന് പറഞ്ഞാൽ ബൂളിയൻ ആൾജിബ്രൈക് എക്സ്പ്രഷൻ സിംപ്ലിഫൈ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് അല്ലെങ്കിൽ ഒരു ടൂളാണ് എന്ന് പറയാം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു 2 വേരിയബിൾ എക്സ്പ്രഷൻ സിംപ്ലിഫൈ ചെയ്യാൻ നമുക്ക് K-map യൂസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാം. എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് ഓഫ് ഓൾ ഈ കാണിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു ട്രൂത്ത് ടേബിളിനെ അതിന്റെ ഒരു K-mapലേക്ക് എങ്ങനെ, അല്ലെങ്കിൽ ഇതിന്റെ ഈക്വലന്റ് K-map എന്താണ് എന്നാണ്. ഇത് നോക്കൂ, വൺസ് വരുന്നൊക്കെ നമ്മൾ എടുത്ത മിൻ ടേംസ് ആണ്. K-map ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പൊ 4 കോമ്പിനേഷൻസ് ഉണ്ട്. 4 കോമ്പിനേഷൻസ് A and B ആണ് ഇൻപുട്ട് വേരിയബിൾസ്. 4 കോമ്പിനേഷൻസ് റെപ്രസെന്റ് ചെയ്യാൻ ഇതിനകത്ത് നമുക്ക് 4 സെല്ലുകളുണ്ട്. ഇൻപുട്ട് വേരിയബിൾസ് ഉണ്ടോ, എയും ബിയും ആണ് ഇൻപുട്ട് വേരിയബിൾസ്. അപ്പൊ ഇവിടെ ഈ ഡയറക്ഷനിൽ ബിയും ഈ ഡയറക്ഷനിൽ എയും നമ്മൾ എടുത്തു. തിരിച്ചു എടുക്കാം, ഒരു പ്രോബ്ലവും ഇല്ല. ബി ബാർ ബി എന്ന് വെച്ചാൽ ഈ ഒരു സെല്ലിന്റെ അഡ്രസ് എന്ന് പറയുന്നത് കോളം അഡ്രസ് ബി ബാർ, റോ അഡ്രസ് എ ബാർ. സോ ഈ സെല്ലിന്റെ ഓൾ ടുഗദർ ഈ സെല്ലിന്റെ അഡ്രസ് എന്ന് പറയുന്നത് എ ബാർ ബി ബാർ. അതുപോലെ ഈ സെല്ലിന്റെ റോ അഡ്രസ് എ ബാർ, കോളം അഡ്രസ് ബി. സോ ഈ സെല്ലിന്റെ അഡ്രസ് എന്ന് പറയുന്നത് എ ബാർ ബി. അതുപോലെ ഈ സെല്ലിന്റെ റോ അഡ്രസ് എ, കോളം അഡ്രസ് ബി ബാർ. സോ ഇതിന്റെ ഓൾ ടുഗദർ ഈ സെല്ലിന്റെ അഡ്രസ് എ ബി ബാർ, അല്ലെങ്കിൽ ഇതിന്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് എ ബി ബാർ. ഇതിന് എ റോ ബി കോളം. സോ ഇതിന്റെ അഡ്രസ് ഓൾ ടുഗദർ അഡ്രസ് ഇസ് എ ബി. സോ അപ്പൊ ഇതെന്താ, ബൈനറി ഈക്വലന്റ് വെച്ച് എഴുതിയാൽ ഇവിടെ എന്തായിരിക്കും, ഇത് 0 0ക്ക് കറസ്പോണ്ട്, ഇത് 0, ഇത് 0 1 അല്ലേ, 0 1 ആയതുകൊണ്ട് ഇത് 1, ഇത് 1 0. സോ ഇത് 2, ഇത് 1 1 3. സോ 0 1 2 3. ഇതാണ് ഈ ഓരോ സെല്ലിന്റെ ബൈനറി അഡ്രസ്. സെല്ലിന്റെ 0 1 2 3 സെല്ലിന്റെ ഡെസിമൽ അഡ്രസ്. സെല്ലിന്റെ ബൈനറി അഡ്രസ് തന്നെ ഇത് 0 0, ഇത് 0 1, ഇത് 1 0, ഇത് 1 1. സെല്ലിന്റെ ബൂളിയൻ ആൾജിബ്രൈക് അഡ്രസ് എന്ന് പറഞ്ഞാൽ എ ബാർ ബി ബാർ. ഇതൊക്കെ ആ സെല്ലിനെ പല വിധത്തിൽ നമുക്ക് റെപ്രസെന്റ് അല്ലെങ്കിൽ അഡ്രസ് ചെയ്യാം. സെയിം സാധനം തന്നെ പല വിധത്തിൽ അഡ്രസ് ചെയ്യാം. ഓക്കെ, എ ബാർ ബി ബാർ, ഇതിന്റെ എ ബാർ ബി, ഈ സെല്ലിൻ്റെത് എ ബി ബാർ, ഈ സെല്ലിൻ്റെത് എ ബി. ഓക്കെ, സോ നെക്സ്റ്റ് ക്ലാസ്
we'll see how we'll simplify Boolean expressions using K-map. Okay, so 10:30 class we'll stop here and we'll continue in next class. Okay, thank you.